ഇമ്മ്യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്കിൽ നിന്നും അനുമോളും അനീഷും ആദിലയും ലക്ഷ്മിയും ഒനിയിലും ജിഷിനും പുറത്തായിരിക്കുകയാണ്. ഇവരെ പുറത്താക്കിയതാണ്. നല്ല കിടിലൻ ടാസ്ക് ആണ് കേട്ടോ. ടാസ്ക് കൃത്യമായിട്ട് മനസ്സിലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ആക്ടിവിറ്റി ഏരിയയിൽ 15 കസേരകൾ വട്ടത്തിലിട്ടിട്ടുണ്ട്. ഓരോ കസേരയുടെ തൊട്ട് ഫ്രണ്ടിലായും ഓരോ പെഡസ്റ്റൽ വീതവുമുണ്ട്. ഏറ്റവും നടുവിലായിട്ട് വേറൊരു പെഡസ്റ്റലും അതുപോലെ തന്നെ ഒരു ഭിത്തിയുടെ സൈഡിലായിട്ട് വേറൊരു പെഡസ്റ്റലുമുണ്ട്. ആ ഭിത്തിയുടെ സൈഡിലിരിക്കുന്ന പെഡസ്റ്റലിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും പേരുണ്ട്. അതുപോലെ ഏറ്റവും നടുക്കിരിക്കുന്ന പെഡസ്റ്റലിൽ ഇമ്മ്യൂണിറ്റി എന്നെഴുതിയിരിക്കുന്ന ഒരു ബോട്ടിലുമുണ്ട്. അപ്പോൾ മത്സരാർത്ഥികളെല്ലാവരും ഈ ഓരോരോ കസേരകളിലായി വന്നിരിക്കണം. അവർക്ക് ബ്ലൈൻഡ് ഫോൾഡും കൊടുത്തിട്ടുണ്ട്. ടാസ്ക് ആരംഭിക്കുമ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ച് വേണം കസേരയിലിരിക്കാൻ. ഈ ഒരു ഗെയിം നടത്തുന്നതിനായിട്ട് 3 ബിഗ് ബോസിൻ്റെ ക്രൂവിലുള്ള ആളുകളെയും അങ്ങോട്ട് ആക്ടിവിറ്റി ഏരിയയിൽ നിൽപ്പുണ്ട്. അവർ ബൗൺസേഴ്സാണ്. അപ്പോൾ ടാസ്ക് ഇങ്ങനെയാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ബൗൺസേഴ്സ് ആ പേരടങ്ങിയിരിക്കുന്ന ബോക്സിൽ നിന്നും ഒരു പേരെടുക്കും. അപ്പോൾ ആരുടെ പേരാണോ ലഭിക്കുന്നത് അവരുടെ ബ്ലൈൻഡ് ഫോൾഡ് ഈ ബൗൺസേഴ്സ് ഊരി കൊടുക്കും. അങ്ങനെ ബ്ലൈൻഡ് ഫോൾഡ് ഊരി കഴിയുമ്പോൾ അവർ നടുവിലുള്ള ഇമ്മ്യൂണിറ്റി ബോട്ടിലെടുത്ത് അവരാരെയാണോ ആ റൗണ്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പെഡസ്റ്റലിൽ ആ ബോട്ടിൽ ആരും അറിയാതെ കൊണ്ടുവെക്കണം. മറ്റുള്ളവരെല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അധികം ഒച്ച ഉണ്ടാക്കാതെ വേണം കൊണ്ടുവെക്കാനായിട്ട്. അങ്ങനെ കൊണ്ടുവച്ച ശേഷം വീണ്ടും വന്നിരിക്കുക. ബ്ലൈൻഡ് ഫോൾഡ് അവിടെ ഇരിക്കുന്ന ബൗൺസേഴ്സ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ഊരിക്കോളൂ എന്ന് പറയും. അപ്പോൾ ആരുടെ ഫ്രണ്ടിലാണോ ആ ഒരു ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അവർ ഗസ് ചെയ്യണം ആരാണ് ആ ബോട്ടിൽ തൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചത് എന്ന്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഗസ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ കൊണ്ടുവച്ചത് ആരാണോ അവർ പുറത്താകും. അപ്പോൾ കൃത്യമായിട്ടല്ല ഗസ് ചെയ്തതെങ്കിൽ ആ പറയുന്ന ആൾ പുറത്താകും. അതായത് ആ ബോട്ടിൽ ആരുടെ ഫ്രണ്ടിലാണോ ഇരിക്കുന്നത് അവർ പുറത്താകുന്നതായിരിക്കും. അങ്ങനെ ആദ്യം തന്നെ പേര് കിട്ടുന്നത് ആര്യൻ്റെ പേരാണ്. അപ്പോൾ ആര്യൻ്റെ ബ്ലൈൻഡ് ഫോൾഡ് വന്ന് ഊരി കൊടുക്കുന്നു. ആര്യൻ കൃത്യമായിട്ട് തന്നെ ആ ഇമ്മ്യൂണിറ്റി ബോട്ടിലെടുക്കുന്നു. ജിഷിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുന്നു. നൈസായിട്ട് തിരികെ വന്ന് ഇരിക്കുന്നു. പക്ഷേ ജിഷിന് ഒരു ഐഡിയയും ഇല്ല കേട്ടോ ആരാണ് വന്ന് എടുത്തതെന്ന്. എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ഊരി നോക്കാൻ പറയുമ്പോൾ ജിഷിൻ ഞെട്ടിപ്പോകുന്നു. ആദ്യം തന്നെ എനിക്കിട്ട് തന്നെ പണി തന്നല്ലോടാ എന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നു. ജിഷിൻ എല്ലാവരുടെയും ഫ്രണ്ടിലൂടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ബിഗ് ബോസ് ഓൾറെഡി കുറച്ച് ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. കാരണം ആരാണ് കൊണ്ടുവച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ടൊരു 3 ചോദ്യം വരെ ചോദിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനീഷിൻ്റെ അടുത്ത് ജിഷിൻ 3 ചോദ്യങ്ങൾ ചോദിച്ചത്. ആരെയാണ് ഇഷ്ടം, ആരെയാണ് പുറത്താക്കാൻ താല്പര്യം എന്നൊക്കെ ചോദിച്ചു. അനീഷിനെ തന്നെയാണ് ഇഷ്ടം, എനിക്ക് ആരെയും പുറത്താക്കാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഒരൈഡിയയും ജിഷിന് കിട്ടിയില്ല അനീഷിൻ്റെ കയ്യിൽ നിന്ന്. അവസാനം അഭിലാഷിൻ്റെ പേര് ജിഷിൻ പറയുന്നു. അഭിലാഷാണ് എൻ്റെ ഫ്രണ്ടിൽ ബോട്ടിൽ കൊണ്ടുവച്ചത് എന്ന്. പക്ഷേ തെറ്റിപ്പോയി, അഭിലാഷ് അല്ലായിരുന്നല്ലോ, ആര്യനാണല്ലോ കൊണ്ടുവച്ചത്. അങ്ങനെ ജിഷിൻ ആദ്യം തന്നെ ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്തായി. പിന്നെ രണ്ടാമത് നെവിൻ്റെ പേരാണ് ബൗൺസേഴ്സ് സെലക്ട് ചെയ്തത്. എല്ലാവരുടെയും പേര് ബോട്ടിലുണ്ട് കേട്ടോ, ഒരു ലോട്ടായിട്ട് എടുത്തതാണ്. അങ്ങനെ കറക്റ്റ് നെവിൻ്റെ പേര് വരുന്നു. അങ്ങനെ നെവിൻ്റെ ബ്ലൈൻഡ് ഫോൾഡ് അയച്ചു കൊടുക്കുന്നു. നെവിൻ ഇതേപോലെ തന്നെ ബോട്ടിലെടുക്കുന്നു, നേരെ ആര്യൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുന്നു. പക്ഷേ ആര്യൻ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. ഒരു മൂലയ്ക്കാണ് നെവിൻ കൊണ്ടുവച്ചത്. അപ്പോൾ ആ മൂല ചേർന്നുള്ള തൊട്ടടുത്തിരിക്കുന്ന ആളല്ല എന്ന് ആര്യൻ അറിയാമെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളാണെന്ന് ആര്യന് കൃത്യമായിട്ട് മനസ്സിലായി. അത് നെവിനാണ് എന്ന് പറയുകയും ചെയ്തു. നെവിൻ അങ്ങനെ പുറത്താവുകയും ചെയ്തു. പക്ഷേ പുറത്തായി കഴിഞ്ഞപ്പോൾ നെവിൻ പറഞ്ഞു ആര്യനെ കാണാമായിരുന്നു, ആര്യന് സൈഡിലൂടെ കാണാമെന്ന് എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് എന്ന് നെവിൻ അവിടെ കിടന്ന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് നീ പുറത്താകുമ്പോൾ വലിയ നമ്പറൊന്നും ഇറക്കുമൊന്നും വേണ്ട, നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ഡോറ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ നെവിനെ പുറത്താക്കുന്നു. അടുത്തതായിട്ട് ബൗൺസേഴ്സ് പേരെടുക്കുന്നത് സാബുമാൻ്റെ ആണ്. അപ്പോൾ സാബുമാൻ നേരെ വരുന്നു. പെട്ടെന്ന് തന്നെ അനുമോളുടെ ഫ്രണ്ടിലേക്ക് അനുമോളുടെ പെഡസ്റ്റലിൽ കൊണ്ടുവെക്കുന്നു. ഇമ്മ്യൂണിറ്റി കണ്ട അനുമോളൊന്ന് ഞെട്ടുന്നുണ്ട്. നമ്മൾ പ്രൊമോയ്ക്കകത്ത് ഇന്നലെ കണ്ടല്ലോ അനുമോളുടെ ഫ്രണ്ടിലെ ബോട്ടിലിരിക്കുമ്പോൾ അനുമോളൊന്ന് ഞെട്ടുന്നത്. അങ്ങനെ അനുമോൾ ഞെട്ടുന്നു. അനുമോൾക്കും ഇതേപോലെ തന്നെ ആരാന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അനുമോളും റോങ് ആയിട്ടാണ് ഗസ് ചെയ്തത്. അടുത്തതായിട്ട് അനീഷിൻ്റെ ഊഴമാണ്. അനീഷിൻ്റെ പേരാണ് ബൗൺസേഴ്സിന് ലഭിച്ചത്. അനീഷ് ബോട്ടിൽ കൃത്യമായിട്ട് തന്നെ അക്ബറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ അക്ബർ കൃത്യമായിട്ട് തന്നെ അനീഷിനെ കണ്ടുപിടിച്ചു. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അക്ബർ അനീഷിനെ കണ്ടുപിടിച്ചത്. അനീഷിനെയും ഷാനവാസിനെയും ജിസേലിനെയും ഒനീലിനെയും അക്ബറിന് സംശയമുണ്ടായിരുന്നു. ഈ 4 പേരിൽ ഒരാളാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അക്ബർ പറഞ്ഞു. അതെങ്ങനെയാണ് ആ കൺക്ലൂഷനിൽ എത്തിയതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അനീഷിൻ്റെ കുറച്ച് ഓവർ ഫേസ് എക്സ്പ്രഷൻ ഉള്ളതുകൊണ്ട് തന്നെ അക്ബർ അനീഷിൻ്റെ പേര് പറയുന്നു. അങ്ങനെ അനീഷ് ആ റൗണ്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പക്ഷേ അനീഷ് പുറത്തായപ്പോൾ മാത്രം ആരാണ് പുറത്താക്കിയത് അവർക്ക് കൈയും കൊടുത്ത് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിന് മുൻപ് ഉണ്ടായിരുന്ന അനുമോളും നെവിനൊക്കെ പുറത്തായപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അനീഷ് അക്ബറിനൊരു കൺഗ്രാജുലേറ്റ് ചെയ്ത് ഹഗ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് അടുത്ത റൗണ്ടിൽ ആദിലയ്ക്കാണ് അവസരം കിട്ടിയത്. ആദില സാബുമാൻ്റെ ഫ്രണ്ടിൽ ബോട്ടിൽ കൊണ്ട് വെക്കുന്നുണ്ട്. സാബുമാൻ്റെ പെഡസ്റ്റലിൽ ബോട്ടിൽ കണ്ട് സാബുമാൻ നേരെ എഴുന്നേറ്റ് ചെന്ന് കൃത്യമായിട്ട് തന്നെ വീണ്ടും ആദിലയുടെ പേര് ഗസ് ചെയ്യുന്നു.
ചെയ്യുന്നു. ആദിലയും ഇതുപോലെ തന്നെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. സാബുമോൻ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഒരുമാതിരി ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. സാബുമോൻ അടുത്ത് നിന്ന് മാറിയിട്ടും ചിരി നിർത്തുന്നില്ല. അത് സാബുമോന് മനസ്സിലായി. അത് കൃത്യമായിട്ട് തന്നെ സാബുമാൻ ഗസ് ചെയ്ത് ആദിലയാണ് ബോട്ടിലെടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ആദില ആ റൗണ്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. തൊട്ടടുത്ത റൗണ്ട് ആയപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും കസേര നേരെ തിരിച്ചിടാൻ പറഞ്ഞു. അകത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന കസേര നേരെ പുറത്തേക്ക് ആക്കിയിടാൻ പറയുന്നു. അങ്ങനെ അടുത്ത റൗണ്ട് ആരംഭിച്ചു. അടുത്ത റൗണ്ടിൽ അവസരം ലഭിച്ചത് ലക്ഷ്മിക്കാണ്. ലക്ഷ്മി നേരെ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടുവെക്കുന്നത് ഒനീലിൻ്റെ പെഡസ്റ്റലിലാണ്. ലക്ഷ്മി അത് വളരെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തു കേട്ടോ. ഇമ്മ്യൂണിറ്റി ബോട്ടിൽ ഒനീലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച ശേഷം നേരെ വന്ന് കസേരയിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ബ്ലൈൻഡ് ഫോൾഡ് എല്ലാവരും അഴിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. അപ്പോൾ ലക്ഷ്മി പയ്യെ ബ്ലൈൻഡ് ഫോൾഡൊക്കെ അഴിച്ച് വരുന്നതേ ഉള്ളൂ. കൊണ്ടുവച്ച ആളാകുമ്പോൾ ആദ്യം തന്നെ അയാളെ നോക്കുള്ളൂ. എവിടെയാണോ കൊണ്ടുവച്ചത്, അയാൾ എങ്ങോട്ടാണ് നോക്കുന്നത്, അയാൾ ഞെട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ നോക്കുമല്ലോ. പക്ഷേ ലക്ഷ്മി പയ്യെ ബ്ലൈൻഡ് ഫോൾഡൊക്കെ അഴിച്ച് പയ്യെ തിരിഞ്ഞൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒനീലിന് ലക്ഷ്മിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒനീലിൻ്റെ സംശയം അഭിലാഷിനെയാണ്. അതാണ് ഞെട്ടിച്ച് കളഞ്ഞത്. ഉറ്റ ചങ്ങാതിമാരാണ്. അഭിലാഷ് ഒനീലിനെ പുറത്താക്കില്ല എന്ന് ഗസ് ചെയ്തായിരുന്നെങ്കിൽ അങ്ങനെ ഒനീലിന് അങ്ങനെ അഭിലാഷിൻ്റെ പേര് പറയേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ അഭിലാഷിൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അഭിലാഷ് അല്ലല്ലോ കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ഒനീൽ ആ റൗണ്ടിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പിന്നെ വീണ്ടും ലക്ഷ്മിക്ക് തന്നെയാണ് അവസരം കിട്ടിയത്. ലക്ഷ്മി സാബുമാൻ്റെ ഫ്രണ്ടിൽ ബോട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ ഇത്തവണ ലക്ഷ്മി പെടുകയായിരുന്നു. ലക്ഷ്മിയും ആദില ഇട്ട പോലത്തെ ഒരുമാതിരി ഓവർ എക്സ്പ്രഷൻ കാണിച്ചപ്പോൾ സാബുവാന് കാര്യം മനസ്സിലായി. സാബുവാൻ കൃത്യമായിട്ട് തന്നെ ലക്ഷ്മിയാണ് എന്ന് ഗസ് ചെയ്ത് പറയുകയായിരുന്നു. ഈ റൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞത് അക്ബറാണ് കേട്ടോ. അക്ബർ ഏറ്റവും കൃത്യമായിട്ടാണ് 4 പേരിൽ ഒരു കൺക്ലൂഷൻ വരികയും അതിൽ നിന്ന് കൃത്യമായിട്ട് അനീഷിനെ ഗസ് ചെയ്യുകയും ചെയ്തത്. സാബുമാനും അക്ബറുമാണ് ഈ ഒരു റൗണ്ടിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത്. ഇങ്ങനെ 7 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ റൗണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇനി പിന്നീട് തുടരാമെന്ന് അനൗൺസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ റൗണ്ടിൽ 7 പേര് മൊത്തം പുറത്തായിരിക്കുകയാണ്. ജിഷിൻ, നെവിൻ, അനു, അനീഷ്, ആദില, ഒനീൽ, ലക്ഷ്മി ഈ 7 പേരാണ് ആദ്യ റൗണ്ടിൽ പുറത്തായിരിക്കുന്നത്. ഇനി അടുത്ത റൗണ്ട് എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് ലൈവിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം. ലൈവിൽ അടുത്ത ഈ ഒരു ഗെയിം നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ആരാണ് പുറത്താകുന്നത്. ഫൈനലി ആരാണ് ഈ ഒരു ഗെയിം വിജയിക്കുന്നതെന്ന് നമുക്ക് ലൈവിൽ നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനൽ റൗണ്ടിൽ മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. ഫൈനൽ റൗണ്ട് എത്തുമ്പോൾ 2 പേരായിരിക്കുമല്ലോ. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടയ്ക്കാതെ കണ്ണിൽ നോക്കി നിൽക്കുക എന്നതാണ് ടാസ്ക്. കണ്ണിമ ചിമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. ആദ്യം ആരാണോ കണ്ണടയ്ക്കുന്നത് അവരാണ് ആ ഫൈനൽ റൗണ്ടിൽ നിന്ന് പുറത്താകുന്നത്. മറ്റേയാൾ വിജയാവുകയും അതുപോലെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ കുപ്പി സ്വന്തമാക്കാനും കഴിയും. ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ വരത്തില്ല. അങ്ങനെ 2 ആഴ്ചത്തേന് വീട്ടിൽ നിൽക്കാനുള്ള അവസരമാണ് ഈ ഒരു ഗെയിം വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫൈനൽ റൗണ്ടിലേക്ക് എത്താറായി. ആര്യനും അക്ബറും ബിന്നിയും നൂറയുമാണ് ഫൈനൽ 4ൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഫൈനൽ 4 ആയപ്പോൾ ആദ്യം തന്നെ ബിന്നി കുപ്പിയെടുത്ത് ആര്യൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നു. അങ്ങനെ പക്ഷേ ആര്യൻ അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ആര്യൻ ഏകദേശം കൃത്യമായിട്ട് തന്നെ ബിന്നിയുടെ അടുത്ത് വന്നിങ്ങനെ നിന്നതാണ്. പക്ഷേ ബിന്നിയുടെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും അക്ബറിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അക്ബറാണ് ഈ ഒരു ബോട്ടിൽ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചത് എന്ന് പറയുന്നു. പക്ഷേ റോങ് ആണല്ലോ, ബിന്നിയാണല്ലോ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ആര്യൻ അങ്ങനെ പുറത്താകുന്നു. പിന്നീട് അടുത്ത റൗണ്ടിൽ നൂറ പുറത്താകുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അക്ബറും ബിന്നിയുമാണ് ഫൈനൽ റൗണ്ടിൽ വന്നത്. അങ്ങനെ ഫൈനൽ റൗണ്ടിൽ വിജയിച്ചത് ബിന്നിയാണ്. അങ്ങനെ ബിന്നിക്കാണ് അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ മുക്തി, അതായത് ഇമ്മ്യൂണിറ്റി പവർ ലഭിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.